അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്കക്കാരായിരുന്ന ഖുറൈശികളും ആ മദീനയിൽ എത്തിയപ്പോൾ യഹൂദികളും അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. എങ്ങനെയാണ് നിന്റെ പടച്ചവൻ? ഈ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ വിവരിച്ചുകൊണ്ട് ഇറങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്ത ചെറിയൊരു സൂറത്താണ്. എന്നാൽ ഖുർആനിന്റെ 1/3 എന്ന് വിളിക്കപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ആ സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി പറയുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ, അങ്ങയോട് ചോദിക്കുന്ന ആളുകളോട് അല്ലാഹുവിനെ കുറിച്ച്, അല്ലാഹുവിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുക നബിയെ, ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ് എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. നമ്മൾ സാധാരണയിൽ ഏകനാണ്, അവൻ ഒരുവനാണ് എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. എന്നാൽ ഏത് വിഷയത്തിലെല്ലാമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനാണ് എന്ന് പറയുന്നത്? ആ അഹദ് എന്നതിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അധികാരത്തിൽ ഏകത്വമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ അധികാരം എന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ മുൽക്ക് എന്ന് പറയുന്നത്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും പങ്കു ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് മറ്റുള്ള അധികാരങ്ങൾ എടുത്തു നോക്കുമ്പോൾ, മറ്റുള്ള അധികാരികളെ എടുത്തു നോക്കുമ്പോൾ ഒരേ തസ്തികയിൽ വരുന്നവർ തമ്മിൽ, ഒരേ ദറജയിൽ പദവിയിൽ വരുന്നവർ തമ്മിൽ പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരത്തിൽ അവൻ മാത്രമാണ് ഉള്ളത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആരും പങ്കുചേരുന്നില്ല എന്ന് മാത്രമല്ല, ആ വാക്കിന്റെ അടുത്ത ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയതും അല്ലാഹു സമദ് എന്നാണ്. അല്ലാഹു സമദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു ആജ്ഞാപിക്കുകയാണ് അവന്റെ അധികാരം കൊണ്ട്. ആരോടാ ആജ്ഞാപിക്കുന്നത്? മാ സിവല്ലാഹു തആല, അല്ലാഹയല്ലാത്ത ലോകത്ത് എന്തൊക്കെ വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളോടൊക്കെ അല്ലാഹുവിന്റെ ആജ്ഞയുണ്ട്, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. പ്രപഞ്ചം മുഴുവൻ ആ കൽപ്പനയെ ശിരസാ വഹിക്കാൻ തയ്യാറാവുകയാണ്. പ്രപഞ്ചം മുഴുവൻ ആ ആജ്ഞയെ ശിരസാ വഹിക്കാൻ തയ്യാറാവുകയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലാഹു സമദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവാശ്രയനാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു ആരെയും ആശ്രയിക്കുന്നവനല്ല, പക്ഷേ ലോകത്ത് എന്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിച്ചാൽ മാത്രമേ വിഷയത്തിന്റെ ആ അകക്കാമ്പിലേക്ക്, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ നമ്മൾ എഴുതിയിടേണ്ടത് അല്ലാഹുവാണ് ഏറ്റവും വലിയ അധികാരമുള്ളവൻ, ഏറ്റവും വലിയ പരമാധികാരി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കാരണം എന്താ? അവൻ ആരെയും ആശ്രയിക്കേണ്ടതില്ല, അവനാണ് എല്ലാവരെയും ആശ്രയിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വോട്ടെടുന്നു നടന്നു, ഇനിയും പല സംസ്ഥാനങ്ങളിലും വോട്ട് നടക്കാൻ പോവുകയാണ്. ഇവിടെയൊക്കെ ഒരു അധികാരത്തിന് വേണ്ടിയാണ് ഓരോ ആളുകളും വോട്ട് ചോദിച്ചത് എങ്കിൽ അവരൊക്കെ ജനങ്ങളിലേക്ക് ആശ്രയിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവർ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് ഏത് മേഖലകളിലും അതിൻ്റെ സ്ഥാനത്തേക്ക് വരണമെങ്കിൽ അതിൻ്റെ കീഴിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ അവരുടേതായ സഹായങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ അത് വോട്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അധികാരത്തിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ.
പക്ഷേ അള്ളാഹുവിൻ്റെ അധികാരം അങ്ങനെയല്ല. ആ ആളുകൾക്ക് അത്തരത്തിലുള്ള അധികാരങ്ങൾ കിട്ടണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ അവിടെയാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. ലോകത്ത് യുദ്ധം നടക്കുന്നതിന് ഒരു കാരണം എന്താ? ഒന്ന്, അധികാരമോഹികളായി വരുമ്പോഴാണ് ലോകത്ത് യുദ്ധം നടക്കുന്നത്. ലോകത്ത് അഴിമതി നടക്കുന്നത് അധികാരം പിടിച്ചെടുക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. ലോകത്ത് സ്വജനപക്ഷപാതിത്വം നടക്കുന്നത്, അനീതി നടക്കുന്നത്, കാപട്യം നടക്കുന്നത് എല്ലാം അധികാരത്തിൽ തൂങ്ങിക്കിടക്കാൻ വേണ്ടി, അതിൽ പിടിച്ചു തൂങ്ങാൻ വേണ്ടി മാത്രം വരുമ്പോഴാണ് അത്തരത്തിലുള്ളതായ അധികാരമോഹികൾക്ക് ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. എന്നാൽ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ മാലിക്കുൽ മുൽക്ക് എന്ന് പരിചയപ്പെടുത്തുന്നതായി കാണാം. നമ്മൾ അള്ളാഹിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹുവിന് മാലിക്കുൽ മുൽക്ക്, രാജാധിപത്യത്തിന്റെ ഉടമസ്ഥൻ, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്, പറഞ്ഞു തരികയാണ്, ഖുൽ നബിയേ താങ്കൾ പറയുക, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്. അല്ലാഹുവാണ് മാലിക്കുൽ മുൽക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ രാജാധിപത്യത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനാണ് ഉടമസ്ഥൻ. തുഅതിൽ മുൽക മൻ തശാ, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം കൊടുക്കുന്നു. പിന്നെയോ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആ അധികാരം എടുക്കുകയും ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവാണ് ഉടമസ്ഥൻ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമസ്ഥനാകുമ്പോൾ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം കൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്ന ആളിൽ നിന്ന് ആ അധികാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുകയും ചെയ്യും? ഊരിയെടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. തുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ പ്രതാപം കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ നികഴ്ത്തുകയും ചെയ്യും. അല്ലേ? നിലവിൽ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ അവസ്ഥ എന്താ? അധികാരം കൊടുത്തു, പക്ഷേ ഇന്ന് ആ അധികാരത്തിൽ ഇസ്സത്തോടുകൂടെ നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെയോ തുദില്ലു മൻ തശാ, എന്തിയാ നിന്ദ്യനായി മാറുകയാണ്. സയനിസ്റ്റ് ഭരണകൂടം, അധികാരമുണ്ട്, പണമുണ്ട്, പവറുണ്ട്, പക്ഷേ തുദില്ലു മൻ തശാ, ലോകത്തിന്റെ മുമ്പിൽ നിന്ദ്യരായി പോവുകയാണ്. എന്തുകൊണ്ടാ നിന്ദ്യരായി മാറുകയാണ് അവര്? കാരണം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ വാക്ക് നമ്മളൊന്ന് മനസ്സിൽ കുറിച്ചിടണം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന ഈ പ്രയോഗം പരിശുദ്ധമായ ഖുർആനിൽ 35ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലെങ്കിൽ ഇന്നക അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത്തരത്തിലുള്ള അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന ആ പ്രയോഗം 35ഓളം സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ അല്ലാഹു അധികാരമുള്ളവനാണ്, അവനാണ് മാലിക്കുൽ മുൽക്കാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ മനസ്സിലാക്കണ്ടേ? നമ്മൾ എത്രത്തോളം അല്ലാഹുവിനെ മനസ്സിലാക്കുന്നു എന്നുള്ളിടത്താണല്ലോ നമ്മളുടെ ആരാധനക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ, നമ്മളൊരു മുസ്ലിമാകുന്നതിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. നമ്മളോട് ഒരു അമുസ്ലിമായ ആള് ചോദിക്കാണ് എന്താ അല്ലാഹ്, നമുക്ക് എന്ത് മറുപടിയുണ്ട്? ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടിയുണ്ട്? വേണ്ട, ആരും ചോദിക്കണ്ട. നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, നീ 5 വഖത്ത് കുമ്പിടുന്ന, നീ നോമ്പനുഷ്ഠിക്കുന്ന, നീ ഹജ്ജിന് വേണ്ടി തയ്യാറായി പോകുന്ന, നീ ആർക്ക് വേണ്ടിയാണോ ലില്ലാഹി തആല അല്ലാഹുക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്ന ആ അല്ലാഹു ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് മറുപടിയുണ്ട്? എത്രത്തോളം അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കി?
നിങ്ങൾ സ്വന്തം ഇവിടെ ഇരുന്ന് ചോദിക്കേണ്ടതാണ്. എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കി എന്ന ചോദ്യം, അവിടെയാണ് അള്ളാഹുവിന്റെ അധികാരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് അള്ളാഹു മാലിക്കുൽ മുൽക്കാണെന്നതിനെ മനസ്സിലാക്കേണ്ടത്. എന്നല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുണ്ട്. അവന്റെ കഴിവാണ് വമാ തസ്കുതു മിൻ വറകത്തിൻ ഇല്ലാ യഅലമുഹാ. വല്ലാത്തൊരു പ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വമാ തസ്കുതു മിൻ വറക, ഒരു ഇല പോലും നിലത്ത് വീഴുന്നില്ല കേട്ടോ. ഇല്ലാ യഅലമുഹാ, അല്ലാഹു അറിഞ്ഞിട്ടല്ലാതെ. ഒരു ഇല, ലോകത്ത് ലക്ഷക്കണക്കിന് വൃക്ഷങ്ങളുണ്ട്, മരങ്ങളുണ്ട്. അതിൽ എണ്ണപ്പെടാൻ കഴിയാത്ത അത്രയും ഇലകളുണ്ട്. ആ ഇലകളിൽ ഏതെങ്കിലും ഒരു ഇല, അത് ഏത് മരത്തിൽ നിന്ന് എപ്പോൾ ഏത് ഭാഗത്തേക്ക് വീഴണമെന്ന് തീരുമാനിക്കുന്നത് ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇത് ഖുർആൻ പറയുന്നത്. നമ്മളൊന്ന് ആഴത്തിലേക്ക് അതിലെന്നേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കി. നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള നമ്മളുടെ പറമ്പിൽ എത്ര ഇലയുണ്ട്? നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുമുള്ള പറമ്പിൽ എത്ര ഇലയുണ്ട്? ആ ഇല ഏത് ദിശയിലേക്ക്, ഏത് മരത്തിൽ നിന്ന് വീഴണമെന്ന് തീരുമാനിക്കുന്നതും അറിയുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ പിന്നെ നമ്മുടെ വീടിന്റെ അവസ്ഥ പറയാനുണ്ടോ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളെ എങ്ങനെ അവൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം സമാധാനപൂർണമാകുന്നത്. ഒരു വിശ്വാസിയുടെ വിശ്വാസം ദൃഢമുള്ളതാകുന്നത് ഇവിടെയാണ്. കാരണം എന്താ? എൻ്റെ റബ്ബ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. കാരണം എൻ്റെ വീട്ടിലുള്ള, എൻ്റെ പറമ്പിലുള്ള വൃക്ഷങ്ങളുടെ എണ്ണം പോലും നമുക്കറിയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളുടെ പറമ്പിലുള്ള വൃക്ഷങ്ങളുടെ എണ്ണം അറിയാമെന്ന് മാത്രമല്ല, ആ വൃക്ഷങ്ങളിലുള്ള ഇലകളുടെ എണ്ണം അറിയാമെന്ന് മാത്രമല്ല, ആ ഇലകൾ വീഴുമ്പോൾ അത് ഏത് ദിശയിലേക്ക് വീഴണമെന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ടെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധമായ ഖുർആനിൽ പറയാണ്. ഇതാണ് എൻ്റെ റബ്ബും നമ്മളും അല്ലാഹും തമ്മിലുള്ള ബന്ധം. അവിടെയാണ് ഉണ്ടാകേണ്ടത്. ഈ ബന്ധം ഉണ്ടാകുമ്പോൾ എന്തൊരു പ്രതിസന്ധി വന്നാലും, എന്ത് പ്രശ്നം വന്നാലും എൻ്റെ റബ്ബ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ലെന്ന ബോധ്യം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകുമ്പോൾ അവന് മനസ്സമാധാനം ഉണ്ടാവും. അപ്പോഴേ മനസ്സമാധാനമുള്ളൂ. അപ്പോഴേ മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ആ മനസ്സമാധാനം ഉണ്ടാകുമ്പോൾ, നമ്മൾ സാധാരണയിൽ കൂടി നിന്ന് സംസാരിക്കുമ്പോൾ, നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ, നമ്മൾ പത്രം വായിക്കുമ്പോൾ, നമ്മൾ സോഷ്യൽ മീഡിയകളെടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുമല്ലോ, ലോകത്തെങ്ങടാ പോകുന്നത്? മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ഈ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ജനങ്ങളുടെ അവസ്ഥ എന്താണ്? നമുക്കിങ്ങനെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമോ? നമുക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ഭാവി സുരക്ഷിതമാണോ എന്ന ചോദ്യങ്ങളും ആശങ്കകളൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാകുമ്പോൾ, സാമ്രാജ്യത്വം ഒരു ഭാഗത്ത് നിൽക്കുന്നു, സയനിസം മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു, ഇന്ത്യയിലേക്ക് വന്നാൽ ഫാഷിസം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇവിടെ മുസ്ലിം സമുദായം എന്തായി പോകുമെന്ന ചിന്തയുണ്ടാകുമ്പോൾ അവിടെ പ്രത്യാശ നൽകുന്ന ഒന്നാണ് അള്ളാഹു ഏറ്റവും വലിയ അധികാരിയാണ് എന്നുള്ളത്. അള്ളാഹു ഏറ്റവും വലിയ അധികാരിയാണ്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന് വരുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നുണ്ട് എന്ന് വരുമ്പോൾ, അവിടെ അള്ളാഹുവിന്റെ അധികാരത്തിന് കീഴിലാണ് മുഴുവൻ അധികാരവർഗങ്ങളും വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും നമ്രൂദിനെയും പരിചയപ്പെടുത്തി തരുന്നതായി കാണാം. അത്താഹുല്ലാഹുൽ മുൽക. നമ്രൂദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തതല്ലാണ്. അത്താഹുല്ലാഹുൽ മുൽക.
നമ്രൂദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തു. ആ അധികാരത്തിലിരിക്കുന്ന നമ്രൂദിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബില്ലദീ യുഹീ വയുമീൻ, എന്റെ റബ്ബാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. എന്റെ റബ്ബാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു? മൂപ്പർ രണ്ടാളുകളെ വിളിച്ചുകൊടുന്നു. ഒരാളുടെ തല വെട്ടിക്കളഞ്ഞു, എന്നിട്ട് മറ്റാളോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉഹീ വ ഉമീതു, ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. ഞാനിപ്പോ എന്ത് ചെയ്തല്ലോ? ഞാൻ ഒരാളെ കൊന്നല്ലോ, അപ്പൊ ഞാൻ അയാളെ മരിപ്പിച്ചു. മറ്റൊരാളെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്തല്ലോ, അതുകൊണ്ട് ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങനെ നീ പറയുകയാണെങ്കിൽ എനിക്കൊന്ന് പറയാനുണ്ട്. അല്ലാഹു കിഴക്ക് നിന്ന് സൂര്യനെ കൊണ്ടുവരുന്നു. കിഴക്ക് നിന്നാണ് അല്ലാഹു സൂര്യനെ ഉദിപ്പിച്ചു കൊണ്ടുവരുന്നത്, അത് ഉദിച്ചു വരുന്നത്. അതുകൊണ്ട് നിനക്കതിനെ പടിഞ്ഞാറെന്ന് കൊണ്ടുവരാൻ കഴിയുമോ? ചോദ്യമായിരുന്നത്. ആ വെല്ലുവിളിയുടെ മുമ്പിൽ അവിശ്വാസിയായ അയാൾ സ്തംഭിച്ചു പോയി. എന്ത് പറയാനുണ്ട്? മറുപടി പറയാനില്ല. ഇത് കേവലം ഒരു രസത്തിന്റെ മറുപടിയല്ല. ഇന്ന് നമുക്കറിയാം, നാളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ, നാളെ 10 ദിവസമായി ചന്ദ്രനിലേക്ക് പോയ ആളുകൾ 4,50,000 കിലോമീറ്ററുകൾ 10 ദിവസം കൊണ്ട് സഞ്ചരിച്ച് നാളെ സമുദ്രത്തിലേക്ക് വന്നിറങ്ങാൻ പോവുകയാണ്. പക്ഷേ അള്ളാഹ്ക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നു. അത് വന്ന് ഇറങ്ങുമ്പോ നീ അഹങ്കരിക്കേണ്ടതില്ല. എന്ത് പറഞ്ഞിട്ട്? ഞങ്ങളെല്ലാം നേടിയെന്ന അഹങ്കാരം വേണ്ടതില്ല. കാരണം അല്ലാഹുവാണ് മാലിക്കുൽ മുൽക്ക്, പരമാധികാരി എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ, ആ അധികാരത്തിന് മുമ്പ് നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? ഈ പറയുന്ന അഹങ്കരിച്ച നമ്രൂദിനെ ചെറിയൊരു കൊതുകിനെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയും കൊല്ലുകയും ചെയ്തത്. അല്ലേ? മൂക്കിലേക്ക് ഒരു ചെറിയ കൊതുക് കയറിപ്പോയി. അത് ശരീരത്തിലെ തലച്ചോറിലേക്ക് കയറി ചെന്നു. മുഫസ്സിരീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചു, ഇയാൾക്ക് തലയുടെ ഉള്ളിൽ ഇതിങ്ങനെ, ഈ കൊതുക് ഇങ്ങനെ ഇരുന്നിട്ട് അതിങ്ങനെ മൂളുമ്പോൾ, അതിങ്ങനെ പ്രയാസമുണ്ടാക്കുമ്പോൾ കാലിൽ കിടന്ന ചെരിപ്പെടുത്ത് അയാൾ തലക്ക് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. അത്രക്ക് വേദന സഹിക്കാൻ കഴിയാതെ ചെറിയ ഒരു കൊതുകാണ് അയാളുടെ അഹങ്കാരം തീർത്തു കൊടുത്തത്. അത് അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണെന്ന് കാണിച്ചു കൊടുക്കുക. ഏറ്റവും വലിയ ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ച് ഞങ്ങളെല്ലാം നേടി എന്ന് പറയുമ്പോൾ ചെറിയൊരു വൈറസ് കൊണ്ടുവന്നിട്ട് കൊറോണ എന്ന് പേരിട്ടുകൊണ്ട് നീ ഒന്നുമല്ല എന്ന് മനുഷ്യൻ നമുക്ക് കാണിച്ചു തന്നു. ഏത് മേഖലകളിലേക്കും എടുത്തു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ പരിധി എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ അള്ളാഹു അധികാരം കൊടുത്താൽ ആ അധികാരം നിലനിർത്തുവാനും അവന് ഇസ്സത്ത് കൊടുക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ ചെറിയ കാരണങ്ങൾ മതി. അല്ലേ? ചെറിയ കാരണങ്ങൾ മതി. ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാത്ത ഹോർമോസ് കടലെടുക്കാണ് ഇന്ന് ഇറാനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, ഏറ്റവും വലിയ അധികാരവർഗമാകുന്ന സാമ്രാജ്യത്വ ശക്തികൾ, ഏറ്റവും വലിയ അധികാരവർഗമാകുന്ന സയനിസ്റ്റ് ശക്തികൾ, അവർ ഇറാനിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആയുധങ്ങളുടെ മുമ്പിലല്ല ഇപ്പൊ കീഴടങ്ങുന്നത്. പിന്നെയോ ഒരു കടലെടുക്കിൽ കൂടി അതിലൂടെ കപ്പലുകൾ കടത്തിവിടാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? അവസരം നൽകണം. ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണ്. ചെറിയ കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുമ്പോൾ, നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം വേണ്ടത് മാലിക്കുൽ മുൽക്കാണെന്ന തോന്നലുണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടുള്ളത് നമ്മുടെ എല്ലാ ജുമാ പ്രഭാഷണങ്ങളും കുറച്ച് ദിവസത്തേക്ക്, കുറച്ച് ആഴ്ചകളിലേക്ക് അള്ളാഹു എന്നതാണ് വിഷയം. അതുകൊണ്ട് അള്ളാഹു മാലിക്കുൽ മുൽക്കാണ്.